ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മളൊരു 12 പാനൽ അനാർക്കലി സൂട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നമ്മൾ മുന്നേ 3 പാനലും 20 പാനലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെയിം ഒരു പാറ്റേൺ തന്നെയാണ് ഇതിനും വരുന്നത്. എന്നാലും ഒരുപാട് പേർക്ക് പിന്നെയും ഡൗട്ടാണ് 12 പാനൽ വരുമ്പോൾ എങ്ങനെയാണ് മെഷർമെൻറ്റ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 9 മീറ്റർ മെറ്റീരിയലാണ്. ഷോളും ടോപ്പും ബോട്ടവും കൂടിയിട്ട്. ആളുടെ സൈസ് വരുന്നത് സ്മോൾ സൈസാണ്. അതുകൊണ്ട് തന്നെ ചെസ്റ്റ് റൗണ്ട് 32 ആണ് വരുന്നത്. അപ്പോൾ ആ സൈസിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 32 പ്ലസ് 2 ഇഞ്ച് ലൂസും അതുപോലെ തന്നെ നമ്മൾ 4 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് 40 ആണ് ആൻസർ കിട്ടുന്നത്. അതിന് നമ്മൾ നമ്പർ ഓഫ് പാനൽസ് എത്രയാണ്, 12 പാനലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3.3 എന്നാണ് കിട്ടുന്നത്. 3.3 എന്ന് വെച്ചാൽ മുകൾ ഭാഗത്ത് 3.3യും താഴെ നമുക്ക് അതിൻ്റെ 3 മടങ്ങോ 4 മടങ്ങോ ആണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 3.3 നമ്മൾ ഫോൾഡ് ചെയ്തിടുമ്പോൾ നമുക്ക് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഇടുക. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ ആ ഒരു മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 3.3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 1.6 ആണ്. 1.6നെ നമ്മൾ 2 ആക്കിയിട്ടൊന്ന് റൗണ്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വരെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. ഇനി നമുക്ക് താഴത്തെ ആ ഒരു വിഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3.3നെ 3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 9 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 9 മുകളിൽ 3.3യും താഴെ 9 ഇഞ്ചുമാണ്. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടിടുമ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് 2 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 2 അവിടെ ഇടുക. താഴെ നമുക്ക് 10 ഇഞ്ച് വേണമെങ്കിൽ കൊടുക്കാം. 9ഓ 9.5ഓ 10 ഇഞ്ച് എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓൾറെഡി ഞാൻ പേപ്പറിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണിക്കേണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെയും ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിലും കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചായിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ്. അപ്പോൾ പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച ഒരു വീഡിയോസാണ്. അപ്പോൾ അതുപോലെ വെച്ചിട്ട് നമുക്ക് നോർമലി നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്ന പോലെ. ഇപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് എന്ന് പറഞ്ഞതിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഈ ഫസ്റ്റ് നമ്മൾ ഈ 2 പീസ് നമ്മൾ കട്ട് ചെയ്യുന്നത് എപ്പോഴും ഫോൾഡ് ചെയ്തിട്ട് പീസിൽ നിന്നാണ്. പിന്നെയാണ് നമ്മളിത് നിവർത്തി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാറ്. ഈ ഫോൾഡ് ചെയ്ത് പീസ് നിവർത്തി വയ്ക്കുമ്പോൾ മുകളിൽ നമുക്ക് 4 ഇഞ്ചും താഴെ നമുക്ക് 10 ഇഞ്ചുമാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇനി ആ ഒരു മെഷർമെൻറ്റിൽ മറ്റേ ബാക്കിയുള്ള പീസസൊക്കെ നിവർത്തി വെച്ചിട്ടാണ് ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. മുന്നത്തെ ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മുന്നേ നമ്മൾ 2 പാനൽ കട്ടിൻ്റെ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മളതിൽ പറയുന്നു കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്കിപ്പോൾ ഫ്രണ്ടിലൊരു 6 പീസും ബാക്കിലൊരു 6 പീസുമായിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ പീസസും ജോയിൻ ചെയ്തെടുക്കുക. അതുപോലെ ജോയിൻ ചെയ്തിട്ട് അത് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് അയൺ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മുകളിൽ നിന്ന് തന്നെ ഈ പാനൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു ഷേപ്പ് കിട്ടാനും നല്ലതായിട്ട് കിടക്കുന്നൊരു സൽവാർ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് പേര് കൂടുതലും എൻക്വയറി നമുക്ക് വരുന്നതും ഇങ്ങനത്തെ പാനൽ സൽവാറിനെ പറ്റിയിട്ട് തന്നെയാണ്. ഇത് നമ്മൾ മത്സ്യന്തേരി ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പാനൽ കട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു 14 ഇഞ്ച് ലെങ്ത്ത് വരെ സെയിം നമ്മൾ മുകളിൽ എത്രയാണ് എടുത്ത് ആ ഒരു വിഡ്ത്ത് തന്നെയാണ് എടുക്കേണ്ടത്. പാനലിന് താഴോട്ട് വരുമ്പോഴാണ് നമുക്ക് ഫ്ലെയർ കൂട്ടി കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്കിത് ഒരുപാട് തന്നെ പുഴക്കം പോലെയൊക്കെ ഉണ്ടാവും. കറക്റ്റ് ഒരു ഷേപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു റൗണ്ട് വരെ നമ്മൾ സെയിം വീതിയിൽ, അതായത് 4 ഇഞ്ച് വീതി 14 ഇഞ്ച് വരെ അതെന്തായാലും അത് കീപ്പ് ചെയ്യുക. താഴോട്ട് നമ്മൾ ഫ്ലെയർ എത്രയാണ് വേണ്ടത് വെച്ചാൽ അതുപോലെ കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ലൈനിങ് നമ്മൾ ലൈനായിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റാണ് ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ ജോയിൻ ചെയ്ത പാനൽസിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്ക് പാർട്ടും കൂടി നമ്മൾ മെഷർമെൻറ്റിൽ നമ്മൾ ബാക്കിലൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ നെക്കൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ സ്ലീവ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ലീവിൻ്റെ എൻഡിൽ നമ്മളൊരു പൈപ്പിംഗ് പോലെ കൊടുക്കുന്നുണ്ട്. റെഡിന് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് ഗ്രീൻ കളറ് ഒരു കോട്ടൺ സിൽക്കിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. 2 ഇഞ്ചിൽ നമ്മൾ ഓരോ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ദുപ്പട്ടേൻ്റെ 4 സൈഡിലും നമ്മൾ ഇതുപോലെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ടോപ്പിൻ്റെ എൻഡിലും
സ്ലീവിൻ്റെ എൻഡിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഫാബ്രിക് ഒന്ന് ഫോൾഡ് ചെയ്ത് 2 ഇഞ്ചിലുള്ള പീസസ് ആയിരുന്നു, അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ഗ്രീൻ കളർ കുറച്ച് പുറത്തോട്ട് തള്ളി നിർത്തിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നോർമൽ നമുക്ക് വേണമെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഈ ഒരു ക്ലോത്ത് മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. തിരിച്ച് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഇത്തിരി ഭാഗം പുറത്ത് കാണുന്ന രീതിക്ക് നമ്മളതിൻ്റെ മുകളിലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം നമ്മളതിൻ്റെ മുകളിൽ സീക്വൻസ് ലേസിൻ്റെ ആ ഒരു ബോർഡറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി വരുമ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പ് നല്ലൊരു എലഗൻ ലുക്കാണ് കൊടുത്തത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ. പക്ഷെ അത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു അടിപൊളി പാർട്ടി വെയർ, സെമി പാർട്ടി വെയർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അത്രയും രസമുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഡ്രസ്സ്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താലും ഇതിനേലും ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ആ സീക്വൻസ് ലേസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് ശേഷം നമ്മൾ ഈ ഷോളിൻ്റെ ബോർഡർ എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് നോക്കും. ഷോളിന് നമ്മളിപ്പോൾ ഈ 2 ഇഞ്ചിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ അതൊന്ന് സൈഡ് ഫോൾഡ് ചെയ്ത് വെക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലത്. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ ഫോൾഡ് ചെയ്യാതെയാണ് വെച്ചത്. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം ഈ കോർണർ എത്തുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഒന്നുകൂടി കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കോർണറിൽ ഒന്നിൻ്റെ മുകളിൽ ഒന്നാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് കംപ്ലീറ്റ് ആയിട്ടും 4 ഭാഗവും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം, ഞാനിത് പറഞ്ഞല്ലോ മുന്നേ, നമ്മൾ ആദ്യം മറ്റേ സൈഡ് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫോൾഡ് ചെയ്യാതെ വെച്ചുകൊണ്ട് എനിക്കതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ കോർണറിലൊക്കെ ഓരോ കട്ടുകൾ ഇട്ടിട്ട് നമുക്ക് മറിച്ച് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ കുറച്ച് ടൈം അധികം വേണം. നോർമലി നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെയല്ല, ഈ ഒരു പീസ് വെച്ച് മറിച്ചടിച്ച് തിരിച്ചടിച്ച് ഒക്കെ വരുമ്പോൾ അത് പൈപ്പിങ് നമ്മൾ സ്ലീവിന് കാണുന്ന പോലെ തുമ്പ് ഇത്തിരി പുറത്തോട്ട് തള്ളി വെച്ചിട്ടാണ് നമ്മൾ ഇതും പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ആ പൈപ്പിങ്ങിൻ്റെ ആ ഒരു ഗ്രീൻ കളർ കുറച്ച് പുറത്തോട്ട് തള്ളി നിർത്തിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ തന്നെ സീക്വൻസ് ലേസും കൂടി വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഒരു ലേസിൽ നിന്നൊരു പാച്ച് പോലെ കട്ട് ചെയ്തെടുത്തു. കുറച്ച് ബീഡ്സൊക്കെ ഉള്ള ഒരു ലേസായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മുടെ ഈ ദുപ്പട്ടേൻ്റെ 2 കോർണറിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീക്വൻസ് ലേസ് നമ്മൾ ഇതുപോലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചധികം ടൈം തന്നെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും ഈ ഒരു ദുപ്പട്ടയും ഒക്കെ ഈ ഒരു ഡ്രസ്സ് തന്നെ ഫിനിഷ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ലേസൊക്കെ വെച്ച് കൊടുത്ത് ഈ ഒരു ദുപ്പട്ട ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്ലീവ് അതും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈഡ്സൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. താഴെ നമുക്ക് ക്ലോത്ത് ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ട് എടുത്തത് ആകെ 1/2 മീറ്റർ എടുത്തിട്ടുണ്ടായുള്ളൂ. അത് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു പൈപ്പിംഗ് പോലെയാണ് താഴെ കൊടുത്തത്. അതിനുശേഷം റെഡ് വലിയ കുറച്ച് 5 ഇഞ്ചിൻ്റെ പീസ് എടുത്തിട്ട് വെച്ച് മറിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടോപ്പ് ഫിനിഷ് ചെയ്തെടുത്തത്. അതിനുശേഷം ടോപ്പിൻ്റെ എൻഡിലും നമ്മൾ ആ ഒരു സീക്വൻസ് ലേസിൻ്റെ ബോർഡർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പിൻ്റെ എൻഡിൽ ക്രോസ് ആയിട്ട് മാത്രമേ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയൊരു പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ആ ഒരു ഗ്രീനിനെ തള്ളി പുറത്ത് നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ റെഡ് വെച്ചിട്ട് മറിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതും കഴിഞ്ഞു. നമ്മളിതേന ഷോളിൻ്റെ ആ കോർണറിലായിട്ട് ഇതുപോലൊരു കുറച്ച് കട്ട് ബീഡ് വെച്ചിട്ട് കുറച്ചൊന്ന് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഈ ഒരു അനാർക്കലി സ്യൂട്ടിൽ ചെറിയ ചെറിയ ഡീറ്റെയിലിങ്സ് കൊടുത്തപ്പോഴുള്ള ഒരു ഭംഗി
ഒരു സ്പെഷ്യൽ ഒരു ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് പേര് എൻക്വയറി ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഹാൻഡ് വർക്ക് ഇല്ല. എപ്പോഴും നമ്മൾ പറയുന്നുണ്ട് പാച്ച് വർക്ക് ഓർ ലേസ് വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഹാൻഡ് വർക്ക് നിർബന്ധമുള്ളവർ നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്ത് കൊടുക്കും. പക്ഷെ പുറത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു എമൗണ്ട് കൂടെ എക്സ്ട്രാ അവർ പറയുന്നൊരു എമൗണ്ട് കൂടി ആഡ് ആവും. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കാത്തതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ പാച്ച് വർക്കും ലേസ് വർക്കും ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു. പിന്നെ 5K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഗീവ് അവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ 5K ആയിട്ടില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ നിന്ന് ആ ഒരു വീഡിയോയ്ക്ക് ശേഷം വന്നിട്ടുള്ള എല്ലാ വീഡിയോസിലെയും കമൻസിലുള്ളവരുടെ പേര് ലോട്ടിലിടുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ ആ ഒരു സിൽവർ സെറ്റിൻ്റെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ, താങ്ക് യു.